ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയിട്ട് ഞാൻ ഡ്യൂട്ടി ആദ്യമായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഷൈജുട്ടിനായിരുന്നു ഡ്യൂട്ടി. അപ്പം ഞാൻ ഇസ്റ്റോർ ചെന്നപ്പോൾ നമ്മുടെ റൂബീനെയും നമ്മുടെ സ്മിതി ചേച്ചിയെ കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ കാപ്പി കഴിയാൻ പോയ സമയത്താണ് കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം തമിഴൻ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് ഞാൻ കാപ്പി കഴിച്ചേക്കുന്നത്. രണ്ട് പൂരി സാമ്പാറും നല്ല വടയും ഒരു കട്ടനും കൂടെ അങ്ങ് അടിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ സിറ്റിയിലായിരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് ചായ കുടിക്കുകയും കാപ്പി കഴിയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ ഇപ്പം നമ്മൾ ആറ്റിൽ നിന്ന് ഓടി വരുമ്പം ഇവിടെ കട എപ്പോഴും കേട്ടാലും ഇവിടെ വന്ന് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. അവിടെ നിൽക്കുന്ന ചേട്ടനുണ്ടല്ലോ, നമ്മുടെ കടയിലെ ആളാണ് കേട്ടോ. ആ പുള്ളിക്കാരൻ ചോദിക്കുന്നത്, വീഡിയോ ഇടുന്ന ആളല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ഭാഷയൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും തമിഴ് പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും. തമിഴ് ആൾക്കാർക്ക് നമ്മുടെ മലയാളം ഭാഷ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും വീഡിയോ ഒക്കെ പുള്ളി കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ഞാൻ പ്രൊമോഷൻ ചെയ്യാൻ ഒരു വട എനിക്ക് പാഴ്സൽ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഒക്കെ ചുമ്മാ തമാശകൾ പറഞ്ഞ് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിച്ച് കളിയാക്കിയിട്ടൊക്കെ വിട്ടു. പുള്ളിക്കാരൻ വീഡിയോ എടുക്കണം, നല്ലപോലെ വീഡിയോ എടുത്ത് പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം തമിഴ് ചേട്ടൻ്റെ കട കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾ നേരെ വീണ്ടും ആറ്റിങ്ങ വന്നു, ആ വണ്ടി കൊണ്ട് ചാർജിലിട്ടു. അത് കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് പോകണം. അതിനിടയ്ക്ക് വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് വെച്ചൊരു ബാൾ ഗ്രേപ്സ് ജ്യൂസ് കുടിച്ചു കേട്ടോ. നല്ല ചൂടല്ലേ, നല്ല ചൂടായിരുന്നു, മഴയുണ്ടായിരുന്നു, ചൂടുമായിരുന്നു. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ജ്യൂസ് കുടിച്ചോടെ ഇരുന്നിട്ട് നിന്നപ്പോഴത്തേക്കും ഒരു സംഭവം ഉണ്ടായി. ഇതായ അൺഎക്സ്പെക്റ്റഡ് തന്നെ പറയാം കേട്ടോ. ഞാൻ വണ്ടി ഓടിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ചേച്ചി കുറേ ദിവസം നോക്കി വന്നിട്ടുണ്ട്. സ്വന്തം ചേച്ചി തന്നെയാണ്. ചേച്ചിയും മോളും കൂടെ സിറ്റിയിലോട്ട് പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഓടിക്കുക അല്ലെങ്കിലും ഇന്ന് കണ്ടന്റ് ഡ്യൂട്ടിയാണ് അവിടെ കണ്ടു കിട്ടിയത് തന്നെ. അങ്ങനെ തിരിച്ചു പോകും. ഞായറാഴ്ചയാണ്, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും നല്ല തിരക്കുണ്ട്. പിന്നെ ഞങ്ങൾ സിറ്റിയിൽ വന്നിട്ട് പോയി ഒരു കടയിൽ പോയി ഞാൻ ഷൈജോട്ടിനാണ് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങോട്ട് പോയി ഒരു നെയ്ച്ചോറൊക്കെ കഴിച്ച ശേഷം വന്ന് ക്ഷീണമായിട്ടോ. വീണ്ടും നമ്മുടെ വണ്ടി ചാർജിങ് ഉണ്ട്, അവിടെ ചാർജിങ് കുത്തിയിട്ടേക്കാണ്. അത് കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് എടുക്കും. ആ ട്രിപ്പിന് മുന്നേ നമ്മൾ പോയി വീണ്ടും ഈസ്റ്റ് പോയിട്ട് പോയി ഒരു ചായയൊക്കെ അടിച്ചിട്ടാണ് ലാസ്റ്റ് ട്രിപ്പ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വന്തം ചായക്കട കണ്ടില്ലേ, ഇവിടെ നമ്മളൊരു പഴംപൊരിയും ഒരു ചായയും കുടിച്ചു. അപ്പോൾ നമ്മളെ ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഓടിപ്പോയി അവളുമായിട്ടൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് വന്നപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണെന്നുള്ളത് ഞങ്ങൾ അപ്പോഴാണ് അറിയുന്നത് കേട്ടോ. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് കണ്ടോ, ലുലു മോളുടെ സൈഡിലുള്ള റോഡ് തന്നെ ബൈ റോഡ് ഫുള്ള് ബ്ലോക്കായി കിടക്കുന്നത്. ഓണ സെലിബ്രേഷൻ നടക്കുന്നുണ്ട് അവിടെ കേട്ടോ. നൈറ്റൊക്കെ ഒരു രക്ഷയില്ല. ഇപ്പം തന്നെ ബ്ലോക്ക് തുടങ്ങി 4 മണി 5 മണി സമയത്ത് തന്നെ. അങ്ങനെ ഡിപ്പോൾ ഒരു വന്നു 6, 6:30, 7 മണി 6:45 നമ്മൾ ക്ലോസ് ചെയ്യും. ഞായറാഴ്ചയാണ്, അങ്ങനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഞാൻ പോകുന്ന പോക്കാണ് കേട്ടോ. കണ്ടന്റ് ഡ്യൂട്ടി എടുക്കുന്നവർക്ക് ഈ ഒരു പ്രശ്നമാണ്. നമ്മൾ പോയി ക്ലോസ് ചെയ്ത് പൈസയൊക്കെ അടച്ച് ഇറങ്ങുമ്പോൾ ഒരു നേരം ആവും. അങ്ങനെ ഞാൻ എന്തായാലും 6:45, 6:50 കഴിയപ്പോഴത്തേക്കും ഇറങ്ങി. നല്ല കാലാവസ്ഥയോട് നിന്ന്, നല്ല മീൻസ് മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന സമയത്ത് മഴ ഒന്ന് തോന്നി നിൽക്കുകയായിരുന്നു. ഞാൻ കറക്റ്റ് എല്ലാം ക്ലോസ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ലൊരു അന്തരീക്ഷമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് ബസ്സിൽ കയറി കഴിഞ്ഞാൽ കല്ലമ്പലത്ത് വണ്ടി എടുത്തങ്ങ് പോവാമല്ലോ. അപ്പം അങ്ങനെ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് പേരും മഴ. വണ്ടിയും വന്നില്ല, ഒന്നും വന്നില്ല, ഇല്ല ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല എന്നുള്ള പറഞ്ഞ അവസ്ഥയായി. കുറേ നേരം അവിടെ നിന്ന് കേട്ടോ. ബസ് കുറേ ലേറ്റായി. അങ്ങനെ പിന്നെ നേരെ ആ ബസ് വന്ന് അത് കയറി കല്ലമ്പലത്തിറങ്ങി. അവിടെ ചെന്നപ്പോൾ നമ്മൾ വണ്ടി ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്. എല്ലാം തുടച്ച് വൃത്തിയാക്കി ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സീറ്റും എല്ലാം ഫുള്ള് നനയും, കാരണം ഇന്ന് ഫുള്ള് മഴയായിരുന്നു രാവിലെ തൊട്ടേ. അങ്ങനെ വീട്ടിൽ എത്തി ഒന്ന് ഫ്രഷായി ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞാൻ മട്ടുപ്പാവിൽ നിന്ന് ബറോട്ടയും ചിക്കൻ ചില്ലിയും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിക്കാമെന്ന് വെച്ചപ്പോൾ അമ്മ ഉച്ചയ്ക്ക് കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും എടുത്ത് കഴിച്ചു. എല്ലാം കൂടെ ഒരുമിച്ച് ഒരു പിടി പിടിച്ചിട്ട് അങ്ങനെ ഇവിടെ ഇരുന്ന് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് അച്ഛനും മോനും കൂടെ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് വരുന്നവരെ ഞാൻ കാണിച്ചു തരാം. എന്നെ കൂട്ടാൻ രണ്ടുകൂടെ സിനിമയ്ക്ക് പോയതാണ് കേട്ടോ. പോയിട്ട് വന്നു 10 മണി 9:30 10 മണിയായി എത്തിയപ്പം. അച്ഛനും മോനും അനീഷേട്ടൻ ഇവിടെ പോയതാട്ടോ. അപ്പം ഇനി നീ ഇങ്ങനെ പോയാൽ മതിയടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ഞാൻ ചോദിച്ചു, നീ എൻ്റെ അടുത്തൊരു വാക്ക് പറയാതെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ കാണാൻ എന്താ ചെല്ലത്തില്ലെന്നുള്ള അറിയാം, അതുകൊണ്ട് എൻ്റെ കൂടെ പോയതാണ്. അങ്ങനെ അച്ഛനും മോനും കൂടെ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനി ഞാൻ എവിടെ പോയി, ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോകും, നിങ്ങളുടെ കൂടെ അങ്ങ് ഒറ്റയ്ക്ക് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടും കൂടെ പോയി എന്നെ ചതിച്ച് പോയി സിനിമയും കണ്ടിക്ക് വരവാണ് ഗൈസ് ആദ്യമായിട്ട്. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. അപ്പം അടുത്ത് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.